സല്യൂട്ട് ഭാരത്. നമുക്ക് നമ്മോടൊപ്പം അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മൾ ഇപ്പോൾ അയോധ്യ വിഷയം ഭയങ്കരമായിട്ട് കത്തി നിൽക്കുവാണ്. കാര്യം UP തിരഞ്ഞെടുപ്പ് ഇതാ അടുത്ത് വന്നിരിക്കുന്നു. സാർ, ശരിക്കും അയോധ്യ ശ്രീരാമക്ഷേത്ര വിഷയത്തിൽ എന്താണ് സാർ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയം? ഇതിന് രണ്ട് വശമുണ്ട് അയ്യപ്പദാസെ. അയ്യപ്പദാസ് പറയുന്ന ഒരു രാഷ്ട്രീയ വശമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന തെറ്റ്, മോഷണം, അവിടെ നടന്ന മോഷണത്തിന്റെ അങ്ങനെയൊക്കെയുള്ള ഒരു പോലീസ് കേസും അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതിനകത്തില് രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് എനിക്ക് ആദ്യം നമുക്ക് ഈ പോലീസ് എന്താണ് അവിടുത്തെ സംഭവം എന്നുള്ളതൊന്ന് നോക്കാം. അവിടെ ഈ പറയുന്ന ശ്രീരാമന്റെ ജന്മഭൂമിയാണ്. അവിടെ പറഞ്ഞ തർക്ക മന്ദിരം പൊളിച്ചതിന് ശേഷം അവിടെ ജന്മഭൂമി പണിയുന്നതിനായിട്ട് നേതൃത്വം കൊടുക്കാനല്ല, അതിന്റെ നമ്മളൊരു A to Z ആയിട്ട് അവിടെ മുമ്പിൽ നിന്ന ആളാണ് ഈ പറയുന്ന ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയും VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ശ്രീരാമ VHPയുടെ ഉപാധ്യക്ഷനാണ് അദ്ദേഹം, ചമ്പത് റായ്. അദ്ദേഹത്തിന് 79 വയസ്സുണ്ട്. ശരിക്കും ഒരു പറഞ്ഞില്ലേ, ഒരു അത്തരം എല്ലാത്തിനും നേതൃത്വം കൊടുത്ത അദ്ദേഹം തന്നെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് നിസ്വാർത്ഥമായ സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ട്രസ്റ്റിന്റെ സെക്രട്ടറിയുമാണ്. അപ്പൊ ഇവരാണ് ഇതിന്റെ പേരിലാണ് പിന്നീട് ക്ഷേത്രം, നമുക്കറിയാവുന്നതുപോലെ തർക്കമന്ദിരം പൊളിച്ചു. അതിനുശേഷം അവിടെ ക്ഷേത്രം പണിയുക, ശ്രീരാമന്റെ ജന്മഭൂമിയിൽ അദ്ദേഹത്തിന് ഒരു മന്ദിരം. അതെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ ശ്രീരാമ ഭക്തരും ആഗ്രഹിച്ചിരുന്നതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ വർഷം തുടങ്ങി. അതിനുശേഷം പ്രധാനമന്ത്രിയാണ് അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് മന്ദിരത്തിലെ പ്രതിഷ്ഠകളും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അദ്ദേഹവും അവിടെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനടുത്തുള്ള വാരണാസി മണ്ഡലത്തിലാണല്ലോ പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ അവിടെ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവിടെ ഭക്തർ സംഭാവന ചെയ്ത അമൂല്യങ്ങളായ പലതരത്തിലുള്ള ലോഹങ്ങൾ, അതിനകത്തിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, വെള്ളിക്കട്ടികളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലോഹങ്ങളും പണവും അപഹരിക്കപ്പെട്ടിരിക്കുന്നു. പണത്തിന്റെ വ്യാപ്തി ആദ്യം വന്നത് 200 കോടി 300 കോടി എന്നാണ്. ഇപ്പൊ അത് 1500 കോടി രൂപയോളം അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതിന്റെ പരാതി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രസ്റ്റിലെ ഒരു അംഗം തന്നെ, ഒരു കൃഷ്ണമോഹൻ ഒരാളാണ് പരാതി ആദ്യം പറയുന്നത്. കൃഷ്ണമോഹൻ പരാതിപ്പെട്ടു. അതേ തുടർന്ന് പെട്ടെന്ന് തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇടപെട്ടു. അദ്ദേഹം ഇടപെട്ട് SIT രൂപീകരിച്ചു. ഈ SITയുടെ നീക്കത്തെ തുടർന്ന് അവരൊരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് കേസെടുത്തു. FIR ഇട്ട് കേസെടുത്തിരിക്കുകയാണ്. വലിയ സംഭവമാണ്. 89 പ്രതിസ്ഥാനത്തുള്ള ആളുകൾ എന്നുള്ള നിലയിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുമൊക്കെയുണ്ട്. അപ്പൊ കേസ് കാര്യങ്ങളും ഒക്കെ വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി, അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല. അദ്ദേഹം കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ ഉണ്ടാകും. ഉത്തരവാദിത്തപ്പെട്ട ആരാണെങ്കിലും ഞാൻ വെറുതെ വിടുകയില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അവരെ പിടിച്ചെടുക്കുകയും ചെയ്ത അതോടൊപ്പം തന്നെ അവരുടെ വീടും സ്വന്തമായിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചു നിരത്തുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ വലിയ ആരോപണമായിപ്പോയി. ഇത് വലിയ ക്ഷീണമായിപ്പോയി. പ്രത്യേകിച്ച് ചമ്പത് റായ്, അദ്ദേഹമാണ് ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ആൾ. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ട്രസ്റ്റില് ഇത്രയേറെ വെട്ടിപ്പ് നടന്നു. ഇതെന്നിങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ചമ്പത് റായ് സ്ഥാനം രാജിവെച്ചു, അദ്ദേഹത്തിന്റെ VHP ഉപാധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്നൊക്കെയാണ് കൺഫേംഡ് അല്ലാത്ത റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ചില റിപ്പോർട്ട് പറയുന്നത് അദ്ദേഹം രാജിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ വലിയ ക്ഷീണമായി പോയി. വലിയ ക്ഷീണം എന്ന് വെച്ചാൽ വലിയ നാണക്കേട്, അക്ഷരത്തിൽ പറഞ്ഞ നാണക്കേടായി പോയി ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. അവരൊക്കെ പറയുന്ന ചമ്പത് റായ് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ചുമതല, ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം നമ്മളാരെങ്കിലും, ഞാനോ അയ്യപ്പദാസോ ചുമതലയുള്ള ട്രസ്റ്റാണ്, നമുക്ക് അതിന്റെ ഉത്തരവാദിയാണ്, ഞാൻ വളരെ സത്യസന്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര്, ഇത് ഏറ്റവും താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരിലാണ് വെട്ടിപ്പ് നടന്നെന്നാണ് പറയുന്നത്. നമുക്കറിയാം, അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്കൊക്കെ ശേഷം ലക്ഷക്കണക്കിന് ഭക്തരാണ് നമ്മുടെ കേരളത്തിലടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തന്മാരാണ് അവിടെ ഒഴുകുന്നത്. ഇഷ്ടംപോലെ സംഭാവനകളുണ്ട്. അവിടെ വലിയ സമ്പന്നരായുണ്ട്, ഏറ്റവും താഴെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് വരുന്ന ആളുകൾ, അവരെല്ലാവരും ഇഷ്ടം പോലെ കൈയയച്ച് സംഭാവന ചെയ്യുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ. അവർക്കാവുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്.
ഇതെല്ലാം ഈ പറയുന്ന CCTV സൗകര്യങ്ങളുണ്ട് അവിടെ, പിന്നെ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്, 2-3 ലെയറിൽ സംവിധാനങ്ങളുണ്ട് അവിടെ പരിശോധനയ്ക്കായിട്ട്. എന്നിട്ടും ഈ പണം വെട്ടിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ നമ്മൾ നിസ്സാര തുകയല്ല, 1000-നും 1500 കോടിക്കും ഇടയ്ക്ക് പോയി. സ്വർണത്തിനും അതേപോലെ വെള്ളിക്കട്ടികളൊക്കെ അങ്ങനെ കിട്ടിയ സംഭാവനകൾക്കൊന്നും രസീത് കൊടുത്തിട്ടില്ല. രസീത് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മറ്റേ ശിവസേനാ പക്ഷത്തുള്ളവർ അവർ പറയുന്നത് അവരും കൊടുത്ത ഇതിന് രസീത് അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ വലിയ വ്യാപകമായ ആരോപണമാണ് വരുന്നത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരട്ടെ, നമുക്ക് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്നാണ് UP മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് മുമ്പേ അയ്യപ്പ സൂചിപ്പിച്ചതുപോലെ UPയിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അടുത്ത 2027 നടക്കാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. UPയോടൊപ്പം തന്നെ പഞ്ചാബും വരുന്നുണ്ട്. വളരെ നിർണായകമായ 2 സംസ്ഥാനങ്ങളാണ്. BJP സംബന്ധിച്ചിടത്തോളം പിന്നെ പഞ്ചാബിൽ അവർക്ക് അത്ര ഇതില്ലെങ്കിൽ അവിടെ കോൺഗ്രസും ആപ്പുമാണ് പ്രധാനപ്പെട്ട കക്ഷികളെ. പക്ഷേ പഞ്ചാബില് പിന്നെ BJP കയറി വരുന്നുണ്ട്, കയറി വരികയാണ്, കയറി വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കുന്നുമുണ്ട്. പക്ഷെ UP അങ്ങനെയല്ല. UP എന്ന് പറയുന്ന അവരുടെ തട്ടകമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹാർട്ട്ലാൻഡ് നമ്മൾ പറയത്തില്ലേ, അവരുടെ ഹൃദയം തന്നെയാണ് UP എന്ന് പറയുന്നത്. അവിടുത്തെ ലോക്സഭാ സീറ്റുകൾ 80 ലോക്സഭാ സീറ്റുകളുണ്ട്. അതുപോലെ അസംബ്ലി സീറ്റുകളിലൊക്കെ മഹാഭൂരിപക്ഷത്തിലാണ് അവിടെ അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മറ്റേ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തെ കുറിച്ച് നമുക്കറിയാം. വളരെ സത്യസന്ധമായ ഭരണമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ അക്രമികളെയൊക്കെ ചെയ്യാവുന്ന പരമാവധി അദ്ദേഹം ഒതുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ ഈ പറയുന്നത് പോലെ അക്രമം കാണിക്കുന്നവരെ, അതിപ്പോ ട്രെയിനിന് കല്ലെറിയുന്നവരാണെന്നുണ്ടെങ്കിൽ വീടടക്കം ജപ്തി ചെയ്യും. അതല്ല അനധികൃതമായിട്ട് എന്തെങ്കിലും മറ്റു തരത്തിൽ പ്രവർത്തനങ്ങൾ, സ്ത്രീകളെ ഉപദ്രവിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക, അവരുടെ സ്വത്തുവകളെ പിടിച്ചെടുക്കുകയും വീടടക്കം ഇടിച്ചു നിരത്തുകയും ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള വലിയ കഠിനമായ ശിക്ഷയാണ് കൊടുക്കുന്നത്. കാരണം അതിന്റെ ആവശ്യമുണ്ട് അവിടെ. വർഷങ്ങളായിട്ട് ഒരു ഗുണ്ടാരാജ് സംസ്ഥാനമായിരുന്നല്ലോ പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ, പിന്നെ വലിയ ഗുണ്ടകൾ നിയന്ത്രിച്ചൊരു സംസ്ഥാനമായിരുന്നു അവിടെ വർഷങ്ങളായിട്ട്. അതിനെ മാറ്റിയെടുക്കുന്നുണ്ട് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ചെറിയ മറ്റേ സന്യാസി വേഷധാരിയാണല്ലോ അദ്ദേഹം. അപ്പൊ ആ പൂജാരിയുമായിരുന്നു മുമ്പ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ UP തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നാണ് ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് UPയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന് ഇപ്പൊ പറയുന്നത് സമാജ്വാദി ജനതാ പാർട്ടിയാണ്. UPയിൽ മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെയും 2 അക്കമുള്ള ഏക പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നതും സമാജ്വാദി പാർട്ടിയാണ്. അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് UPയില് ശരിക്കും BJPക്ക് സംഭവിച്ചത്. UPയിലെ കഴിഞ്ഞ തവണ അവിടുത്തെ 80 പാർലമെന്റ് സീറ്റിൽ 60-ന് മേൽ നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു BJPയുടെ അവിടുത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് കേവലം 33 സീറ്റിലേക്ക്, 33 സീറ്റാണെന്ന് തോന്നുന്നു, 80-ൽ 33 സീറ്റിലേക്ക് BJP ഒതുങ്ങിപ്പോയി. 30-ഓളം സീറ്റുകളുടെ കുറവാണ് അവിടെ സംഭവിച്ചത്. ആ കുറവാണ് പിന്നെ BJPക്ക് ഭൂരിപക്ഷത്തിനും, കേവല ഭൂരിപക്ഷം കിട്ടി എങ്കിൽ പോലും അവർക്ക് മറ്റു ഘടകകക്ഷികളുടെ സഹായത്തിന് അഭ്യർത്ഥിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. TDPയുടെയും അതേപോലെ തന്നെ പിന്നെ ബീഹാറിൽ നിന്നൊക്കെയുള്ള സഖ്യത്തിന്റെയൊക്കെ പിന്തുണ നേടേണ്ടി വന്നത് അതുകൊണ്ടാണ്. അതൊരു വലിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയായിരുന്നു. UPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി മത്സരിച്ചത്. അയ്യപ്പദാസ് ഓർക്കുന്നുണ്ടാവും. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചാണ്ട് 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. മറ്റേ എതിരാളികളൊന്നും ഏകപക്ഷീയമായ വിജയമായിരുന്നു. അപ്പൊ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങി ഒരു ഹിന്ദു കൾച്ചറിനെ നോർത്ത് ഇന്ത്യ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വാരണാസി മണ്ഡലത്തിൽ കുറഞ്ഞതൊരു 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും പ്രധാനമന്ത്രി വിജയിക്കുമെന്നായിരുന്നു അന്നത്തെ വിശകലനങ്ങളൊക്കെ വന്നിരുന്നത്. ഉറപ്പായിട്ടും ഒരു 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി അവിടെ ജയിച്ചത് കഷ്ടിച്ച് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അതന്നെ ജയിച്ചത് അങ്ങനെയാണെന്ന് ഈ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അദ്ദേഹം 2-3 റൗണ്ടുകളിൽ, ആദ്യത്തെ 2-3 റൗണ്ടുകളിൽ പ്രധാനമന്ത്രി പുറകിൽ പോയി. ആലോചിച്ച് നോക്കി, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? 3 റൗണ്ടുകളിൽ പ്രധാനമന്ത്രി പുറകിൽ പോയി. പക്ഷേ അതിനകത്തൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്ന പരിഹാരം ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ നീക്കങ്ങൾ അറിഞ്ഞിരുന്നു. അത് ഈ രാമക്ഷേത്ര നിർമ്മാണവും അനുബന്ധമായിട്ട് വന്ന വിമാനത്താവളവും, അവിടെ അയോധ്യയിലെ ഏക്കർ കണക്കിന് ഭൂമി ഗവൺമെന്റ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അക്വയർ ചെയ്തെടുത്തിട്ട് പിന്നെ ഇത്തരം ക്ഷേത്രത്തിനും അതിനെ ഒരു വലിയ അന്തർദേശീയ ടൂറിസ്റ്റ് സങ്കേതമായിട്ട് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകത്തിലെ പിന്നെ വിമാനത്താവളങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമായിട്ട് അവിടുത്തെ എയർപോർട്ട് വന്നു കഴിഞ്ഞു, വിമാനത്താവളം വന്നിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പല സമുദായക്കാരും ഉണ്ടായിരുന്നു. ഠാക്കൂർമാരൊക്കെ പരമ്പരാഗതമായിട്ട് അവിടെ ഇഷ്ടം പോലെ അവർക്ക് ഭൂമി, വ്യവസായങ്ങള്, കച്ചവടങ്ങള്, പിന്നെ ഭക്ഷണശാലകൾ എന്ന് വേണ്ട വലിയ സംവിധാനങ്ങൾ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഇവിടൊക്കെ വ്യാപകമായി ഒഴിപ്പിക്കൽ നടന്നു. നിർബന്ധമായിട്ട് ഗവൺമെന്റിന്റെ ഒഴിപ്പിക്കൽ നടന്നു. കാരണം ഭൂമി വേണം, ഏക്കർ കണക്കിന് ഭൂമി വേണം. അപ്പൊ അതൊന്നും നോക്കിയില്ല. ആളുകളെല്ലാം കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ്, അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് അവർക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കി. ഒന്നാമത്തെ പ്രശ്നം. പിന്നെ യോഗി ആദിത്യനാഥിനോടുള്ള ഒരു വിരോധം. ഇയാള് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊന്നും അതിൽ അത്യാവശ്യമായിട്ട് ഒതുങ്ങി നിന്ന ഒരു സാമ്യ വേഷധാരി പെട്ടെന്ന് യുപിയുടെ മുഖ്യമന്ത്രി, പെട്ടെന്നൊരു ചോയ്സ് ആയിരുന്നല്ലേ അന്ന്, ഓർക്കുന്നില്ലേ? ആ സമയത്ത് യോഗിയെ പെട്ടെന്ന് കേന്ദ്രത്തിന്റെ ഒരു ചോയ്സ് ആട്ടോ എല്ലാവരും ഞെട്ടിപ്പോയ. സാധാരണ രാഷ്ട്രീയക്കാരുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്നത്. പക്ഷെ അതല്ലാതെ ഇദ്ദേഹത്തെ പോലെ ഒരാളിനെ പെട്ടെന്ന് അവിടെ ഇതിലേക്ക് വരികയും ചെയ്തു. അപ്പൊ അത് ആദ്യഘട്ടങ്ങളിലൊക്കെ അവർ വിചാരിച്ച ചിലപ്പോൾ കൂടുതൽ കളഞ്ഞ് അങ്ങ് പോകുന്നൊക്കെയാ വിചാരിച്ചത്. പക്ഷെ യോഗി അങ്ങനെയല്ല. യോഗി വളരെ കരുത്തനാണ്, വളരെ കരുത്തനായ കർക്കശക്കാരനായ മുഖ്യമന്ത്രിയാണ്. അപ്പൊ BJP നേതൃത്വത്തിന്റെ സെലക്ഷൻ തെറ്റിയിരുന്നില്ല. പക്ഷേ വിരോധികൾ ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്തിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, നമ്മൾ പറയത്തില്ലേ കുറ്റി അടിച്ച പോലെ നിൽക്കുന്ന കുറച്ച് ആളുകള് അത് BJP-യിലും ഉണ്ടായിരുന്നു. BJP-ക്കാർ തന്നെയാണ് അതിന്റെ പുറകിൽ നിന്നെന്നാണ് പറയുന്നത്. അവരുടെ നീക്കങ്ങളാണ്. സാർ, ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക്, നരേന്ദ്രമോദിക്ക് യോഗി അത്ര വലിയ തൽപരനല്ല എന്നൊരു വർത്തമാനവും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എഴുതുന്നുണ്ട്. കാര്യം മോദിക്ക് തൽപരനല്ലാത്ത യോഗി എന്ന രീതിയിലുള്ളൊരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ സാറിന് അതിനെന്താ തോന്നുന്നത്? എനിക്കതിനെ ഞാൻ കണ്ടിരുന്നു അയ്യപ്പദാസെ, അത്തരം വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. യോഗിയോട് അത്ര താല്പര്യമില്ല, പിന്നെ ഇവര് തമ്മിൽ ഇങ്ങനെ വലിയ സ്നേഹത്തും ആലിംഗനങ്ങളും ഒക്കെ ഉണ്ടെങ്കില് പരസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പരസ്യമായിട്ട് അങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഉള്ളാലെ അത്ര സുഖമല്ല എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില വാർത്തകളൊക്കെ ചില പിന്നെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ചാനലുകളും പറയുന്നുണ്ട്. പക്ഷെ അതിനെ നമുക്ക് പറയാം, അതിനെയാണ് മുഖവിലക്കെടുക്കാൻ നമുക്ക് ഒരു ആധികാരികത അതിനകത്തില്ല. എന്താണ് അതിന്റെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ BJP-യുടെ നിർദ്ദേശമില്ലാത്ത ഒരു കാര്യങ്ങളും യോഗി അവിടെ ചെയ്യുകയില്ല. യോഗിക്ക് വളരെ പോപ്പുലാരിറ്റി ഉള്ള നേതാവുമാണ് അവിടെ. പക്ഷെ അത് ഇവിടെയാണ് BJP-ക്കകത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ പിന്നെ അന്തഛിദ്രങ്ങൾക്കകത്തിലെ ഒരു പക്ഷേ നിതിൻ ഗഡ്കരിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കാരണം അവർ രണ്ടുപേരും നാഗ്പൂർ പ്രോഡക്ട്സ് ആയതുകൊണ്ട് അതിൻ്റെതായ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ചില ഈഗോ ക്ലാഷുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിതിൻ ഗഡ്കരി ഇപ്പൊ പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ ചില 1-2 അവസരങ്ങൾ നമ്മളത് കണ്ടതാണ്, പരസ്യമായിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. സാധാരണ എല്ലാവരും കൈകൂപ്പി തൊടുന്ന സമയത്ത് നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രിയെ കാണുമ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല. അദ്ദേഹത്തിനൊക്കെയുള്ള ഒരു മന്ത്രിയാണെന്ന് ആലോചിക്കണം. മന്ത്രിയാണെങ്കിൽ പോലും പ്രധാനമന്ത്രിയോട് കൈകൂപ്പി തൊഴുന്ന സമയത്ത് ഗഡ്കരി അത്ര വലിയൊരു ബഹുമാനം ഒന്നും കാണിക്കുന്നതായിട്ട് 1-2 ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ യോഗിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. യോഗി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അയോധ്യയിലെ എല്ലാ ചടങ്ങുകളും ഒരു വിനീത വിധേയനായിട്ട് അല്ലേ, ശ്രീരാമന്റെ പുറകിൽ നിൽക്കുന്ന ഒരു ഹനുമാനെ വെച്ചാൽ മറ്റേ രീതിയിൽ പറഞ്ഞല്ല, അങ്ങനെയുള്ള ഒരു ആളിനെ പോലെ വിനീത വിധേയനായിട്ട് കൂടെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണ് മറ്റേ അണ്ടർ കറൻസിനെ കുറിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ ആകെ കൂടെ ഒരു വിരോധത്തിനൊരു കാര്യമായിട്ട് വരാവുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലെ പ്രശ്നങ്ങളായിട്ട് വരാവുന്നത് പ്രധാനമന്ത്രിയുടെ വാരണാസിയിലെ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കേണ്ടി വരും. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അതിപ്പോഴും BJP-യുടെ പഠന വിധേയമാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ SP-യെ പൊളിക്കുക, അതായത് സമാജ്വാദി പാർട്ടിയെ പൊളിക്കാനുള്ള ഒരു നീക്കം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയിലെ 35-37 MP-മാരാണ് അവർക്കുള്ളത്. അതിൽ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് പിന്നെ സമാജ്വാദി പാർട്ടിയാണ്. ഇതിനെയും പൊളിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇന്ത്യ മുന്നണിയിലുള്ള ഒരുതപ്പെട്ടവരെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അതായത് മമതയുടെ കൂടെ ഉണ്ടായിരുന്ന 28 പേരിൽ മഹുവ മൈത്ര പോലും ഇപ്പുറത്ത് ചാടുമെന്നാണ് പറയുന്നത്. മമതയുടെ പൈററ്റ് മഹുവ മൈത്ര പോലും BJP-യിലേക്ക് പോകാൻ പോവുകയാണ്. DMK ഒരു പരിവാക്കി എടുത്തു കഴിഞ്ഞു. DMK ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള രാഹുൽ ഗാന്ധി വിരോധിയായിട്ട് മാറിയിരിക്കുകയാണ്. ഉദ്ധവ് ശിവസേനയെ പിളർത്തി കഴിഞ്ഞു, NCP-യെ പിളർത്തി, അതിനകത്തുള്ള ഒരുതപ്പെട്ട അതായത് 2 അക്കം ഉള്ള കക്ഷികളെ മുഴുവൻ പിളർത്തി കഴിഞ്ഞു. ഇനിയുള്ളത് ഇവരെയാണ്, സമാജ്വാദി പാർട്ടിയെ. അതിന്റെ ഓപ്പറേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് മുമ്പായി, ക്ഷമിക്കണം, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അത് സംഭവിക്കും.
അതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ എസ് പിയെ പിളർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നതിനിടയിലാണ് ഈ പെട്ടെന്ന് ഈ സംഭവം പുറത്തു വരുന്നത്, ഈ കൊള്ള പുറത്തു വരുന്നത്. അപ്പൊ ആലോചിക്കാം എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് നമ്മൾ ആലോചിക്കണം. ഇവരാരും അറിഞ്ഞില്ല. ഇപ്പൊ ചമ്പത്തറായിയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും BHP-ക്കാരാണേട്ട് പറയുന്ന വളരെ സത്യസന്ധനാണ്, ഒരു പൈസ പോലും അദ്ദേഹം എടുക്കത്തില്ല എന്നുള്ള ആളാണ്. പക്ഷെ അത് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം ഉത്തരവാദിത്തം പറയേണ്ടി വരും, അല്ലേ? താഴെ ഇത്രയും CCTV സംവിധാനങ്ങളും മറ്റൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും കാലമായിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹം അറിഞ്ഞില്ല. അറിയത്തില്ലായിരിക്കാം. ഒരു പക്ഷേ അദ്ദേഹം അറിഞ്ഞ അദ്ദേഹം മറ്റേ ആധ്യാത്മിക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇതിന് മറ്റു കാര്യങ്ങളോ ആയിട്ട് പോയിട്ടുണ്ടാകും. ഈ പറയുന്ന വലിയ കൊള്ള, തീവെട്ടിക്കൊള്ള അതിനകത്ത് നടക്കുന്നുള്ളത് അദ്ദേഹം അറിഞ്ഞു കാണത്തില്ലായിരിക്കാം. എന്തായാലും സംഭവം വലിയ പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ രണ്ട് വശങ്ങളാണ് ഇപ്പൊ നിൽക്കുന്നത്. കേസ് ഒരു വശം, കേസിന്റെ ഒരു വശം കൂടെ, അതേപോലെ തന്നെ രാഷ്ട്രീയമായ വശം, SP-യെ പിളർത്താനുള്ള BJP-യുടെ ശ്രമവും, അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ. അപ്പൊ ഇനിയിപ്പോ അവിടുത്തെ ഈ യോഗി വിരുദ്ധരായ ആളുകളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതാണ് വാരണാസി പ്രധാനമന്ത്രിക്കെതിരെ തന്നെ ഉള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്ത BJP-യിലെ ചില സമുന്നതന്മാരും ഉണ്ട്, അവരും ഉണ്ട്. അല്ല സാറ്, ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അതായത് ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. UP-യിൽ ഒരു ജാതീയത വളരെ പ്രശ്നമായി നിൽക്കുന്നുണ്ടല്ലോ സാർ. ഈ പറയുന്ന രീതിയിൽ യോഗി ആദിത്യനാഥൻ പ്രതിനിധീകരിക്കുന്ന ജാതിയും അല്ലാതെ അവിടെ കൂടുതലുള്ള ഒരു ജാതിയും തമ്മിലൊക്കെ ഉള്ള ഒരു വിഷയമുണ്ടല്ലോ സാർ. അത് പറഞ്ഞല്ലേ, ഠാക്കൂർമാരുടെ ഒരു സർവാധിപത്യമായിരുന്നല്ലോ അവിടെ. ഠാക്കൂർമാരാണ് അവിടുത്തെ, നമ്മുടെ ഈ അമേരിക്കയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, ലോകരാജ്യങ്ങളെ അമേരിക്ക നിയന്ത്രിക്കുന്നെന്ന് പറഞ്ഞതുപോലെ UP പൊളിറ്റിക്സിനെ എന്ന് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അവരൊക്കെയായിരുന്നു. അവര് വലിയ ഏക്കർ കണക്കിന് ഭൂമിയും പണവും അധികാരവും അങ്ങനെയൊക്കെയുള്ള വലിയ സംവിധാനങ്ങളുള്ള ആളുകളായിരുന്നു. അവരുടെ ഒരു വലിയ ഒരു ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ചില ഗുണ്ടകളുടെ ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ ചില തീവ്രവാദ സംഘടനകൾ, ഗ്രൂപ്പുകൾ, അവരും ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു അരാജകത്വം, പറഞ്ഞില്ലേ, അവിടുത്തെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ശ്രദ്ധിക്കപ്പെടാതെ കോൺഗ്രസ് ഭരണമാണ്. കോൺഗ്രസിന്റെ ഭരണത്തിനകത്ത് തന്നെ UP വല്ലാത്ത അവസ്ഥയിലായിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരുന്നു. സാധാരണ ആളുകൾക്ക് പോലും പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലേക്കുള്ള ഗുണ്ടരാജന, ചെറിയ കുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോയി എന്തെല്ലാം സംഭവങ്ങളാണ് അവിടെ വന്നിരുന്നത്, അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെല്ലാം മറുപടി പറഞ്ഞത് ശരിക്കും തോക്കും കൊണ്ട് തന്നെയാണ് യോഗി മറുപടി പറഞ്ഞത്, അല്ലേ? ശരിക്കും ഒരു സന്യാസിയെ ഭരണാധികാരിയാക്കുമ്പോൾ സംശയിച്ചവർക്കെല്ലാം നല്ല തക്ക മറുപടി കൊടുത്ത് ഏറ്റവും നല്ല ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ആ കാര്യത്തിലൊക്കെ. അയ്യപ്പദാസ, ഈ ചെറിയ കുട്ടികളെ ഉപദ്രവിച്ചവരെ അവരെ ഇപ്പൊ പറഞ്ഞില്ല, അദ്ദേഹം കൊടുത്തിട്ട് ചോദിച്ചാൽ ഇവരെ കോടതിയിലൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കോടതിയിലും കേസും ഒക്കെ വന്ന് വിചാരണയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും, 10-15 വർഷമൊക്കെ എടുക്കും. അതുകൊണ്ട് കാര്യം ചെയ്യാം, നീതി അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നടപ്പാക്കുക എന്നുള്ള നിലപാടായിരുന്നു അദ്ദേഹത്തിന്റെ. എന്നാ എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പല സംഭവങ്ങളിൽ. അവിടെ ഈ ഒരു ചെറിയ കുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നവന്മാരെ പോലീസ് പിടിച്ചാല് 2-ാം ദിവസം സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് പറയും പോലീസുമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, ഈ പ്രതി കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് വാർത്ത വരുന്നത്. ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇവൻ മൂത്രം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആവശ്യത്തിനാന്നൊക്കെ പറഞ്ഞ് വണ്ടി നിർത്തിയ സമയത്ത് പോലീസിനെ നേരെ ആക്രമിച്ചു, പോലീസുകാരെ ആക്രമിക്കാനും അല്ലെങ്കിൽ അവരുടെ സംഘങ്ങൾ വന്നു എന്നൊക്കെ പറയും. ചുരുക്കത്തിൽ സംഭവം നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം വെടികൊണ്ട് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സാർ, നമുക്ക് നമ്മുടെ സംസാരത്തിന്റെ ചുരുക്കെഴുത്തായി ഇതിൽ ഒരു വമ്പൻ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇപ്പൊ സമാജ്വാദി പാർട്ടിയെ പൊളിക്കാനായിട്ട് BJP ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് BJP-ക്കകത്ത് തന്നെയുള്ള ചില ചെറിയ പിണക്കങ്ങളും മറ്റുമൊക്കെയാണോ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അപ്പോൾ സാറിന് നമുക്ക് എങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കാം? പറഞ്ഞ വെച്ചാൽ യോഗി വിരോധികളുണ്ട്. ഇനിയും യോഗിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം UP കൊടുക്കണ്ട, ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ധാരാളം ഭൈമീ കാമുകന്മാര് BJP-യിലുണ്ട് അവിടെ. അവർ കുറെ കാലം കൊണ്ട് പമ്മിയിരിക്കുകയായിരുന്നു, ക്ഷേത്രത്തിന്റെ പണിയൊക്കെ കഴിയട്ടെ എന്ന് കരുതി പമ്മിയിരിക്കുകയായിരുന്നു. അവർ ഈ അവസരം മുതലെടുക്കും. ഇനിയും യോഗി കാവി ധരിച്ച മുഖ്യമന്ത്രിക്ക് UP കൊടുക്കണ്ട, നമുക്ക് ഭരിക്കണം എന്ന് പറയുന്ന ആ താക്കൂർ സമുദായത്തിൻ്റെതായ അവരുടേതായ പഴയ പ്രമാണിമാരുണ്ടല്ലോ, പ്രമാണിമാരുടേതായ നേതാക്കന്മാര് BJP-ക്കകത്തുണ്ട്, ധാരാളം പേരുണ്ട്. അവരാണല്ലോ വാരണാസിയിൽ തന്നെ ഈ പണികളൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുന്ന കഴിയുമ്പോൾ യോഗിക്ക് നേരെയുള്ള ഒരു പണിയും കൂടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ. അതുപോലെ SP സമാജ്വാദി പാർട്ടിക്കും ഉണ്ട്, അവരുടെ നിലനിൽപ്പാണ്. ഇനിയിപ്പോ അവരെ ഇവിടെ നിന്ന് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാ പട UP-യിലേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് ഇല്ലാതെ അവസ്ഥ ഉണ്ടാവും.
അതെ. അതുകൊണ്ട് ഇതിനകത്തിൽ പല ആളുകളെ ഇന്റർലിങ്ക്ഡ് ആയിട്ട് ചേർന്നിട്ട് നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ്. ഇതൊരു ഗൂഢാലോചനയാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് സത്യം തെളിയട്ടെ. സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് നോക്കാം എന്താകും ഈ അന്വേഷണം. SIT അന്വേഷണ സംഘം അന്വേഷിക്കുമല്ലോ, അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നടപടികൾ നമുക്ക് സാഗൂതം ശ്രദ്ധിക്കാം അല്ലേ സാർ? നന്ദി. തീർച്ചയായും.